ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ചേച്ചിയുടെ വീട്ടിലെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ എടുത്ത ഒരു വ്ളോഗാണ്. നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഓൾറെഡി കമ്മിറ്റിയിലുള്ളതുകൊണ്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുണ്ണൂന് നമുക്ക് അവിടെ പറ കൊടുക്കാൻ വേണ്ടിയിട്ട് നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വേഗം പോയത്. അപ്പോൾ നമ്മൾ ചെന്ന ടൈമിലൂടെ പകൽപ്പൂരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ചെണ്ടമേളമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ചെണ്ടമേളം ശരിക്കും പൊതുവെ കേൾക്കാൻ തന്നെ നല്ല വൈബാണ്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളും, അമ്പലം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും ആനകളൊക്കെ ഇങ്ങനെ നിരന്ന് നിന്ന് ചെണ്ടമേളമൊക്കെ കേൾക്കാൻ അടിപൊളി വൈബായിരുന്നു. പിന്നെ ഈ നടുക്ക് നിൽക്കുന്ന ഈ ഒരു ആനയെന്ന് പറയുന്നത് നമ്മുടെ സ്പടികം മൂവിയിലെ ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ച വയലാശ്ശേരി അർജുനൻ എന്ന് പറഞ്ഞ ആനയാട്ടോ. ഇതിനിപ്പോൾ എന്തോരം പ്രായം ഉണ്ടെന്നാട്ടോ ഞാൻ ആലോചിച്ചു. കാരണം സ്പടികം മൂവി ഇറങ്ങിയിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായല്ലോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഊട്ടുക്കത്തെ ചൂടാണ്. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് ഒരു വിധപ്പെട്ട ചൂടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ അവിടെ നിന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒലിക്കുമായിരുന്നു ഇങ്ങനെ. കാരണം ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ചൂട് ഭയങ്കര കൂടുതലാണെന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ ആനയും ഈ ആനപ്പുറത്തിരിക്കുന്നവരും ചെണ്ടമേളം കൊട്ടുന്നവരൊക്കെ എങ്ങനെ ഈ ചൂടത്ത് നിന്ന് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ നമ്മൾ ചുണ്ണുവിനെ കുറച്ച് നേരം ആനയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പറ ഈ ഒരു ചെണ്ടമേളം കഴിഞ്ഞാലേ പറ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവിടെ നിന്ന് ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ പറയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ താണ്ടെ ആനപ്പിണ്ടത്തിൽ പോയി ചവിട്ടുവാണ്. മുടി വളരാൻ നല്ലതാണെന്ന് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അറിയാതെ ആനപ്പിണ്ടത്തിൽ ചവിട്ടുന്നത്. ഞാൻ അറിയാത്ത പോലെ ചവിട്ടിയതാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,